ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു വയസ്സുള്ള കുട്ടിക്കുള്ള കൃഷ്ണവേഷമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹൈറ്റ് 14 ഇഞ്ചും വേസ്റ്റ് അതായത് അരവണ്ണം 18 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ 18ൻ്റെ കൂടെ അതിൻ്റെ പകുതി അതായത് 9 കൂടി ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ 3ആയിട്ട് മടക്കിയിട്ട് നമുക്ക് ആ 18ൻ്റെ കൂടെ 9 കൂടി കിട്ടും. എന്നിട്ട് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ടോട്ടൽ ഹൈറ്റ് നമ്മുടെ 15 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 14 വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ മുകളിലൊരു പോർഷൻ കൂടി വരും ഇലാസ്റ്റിക് കയറ്റുന്നത്, അതിൻ്റെ 1 ഇഞ്ചും കൂടി ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 15 കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അരവണ്ണം 18 എടുത്തില്ലേ, അവിടെ വെച്ച് തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. 2 സൈഡിലോട്ടും താഴെ ഒരു 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ആ 6 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചൊരു യു ഷേപ്പിൽ വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു കർവ് പോലെ വരയ്ക്കുക. എന്നിട്ടത് കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമുക്കിതുപോലെ 2 പീസ് കിട്ടും. ഇതിൽ ഈ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബോർഡർ തയ്ച്ച് പിടിപ്പിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നടുക്ക് കട്ടിയിരിക്കുന്ന 6 ഇഞ്ച് ഹൈറ്റില്ലേ, ആ ഹൈറ്റിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞുറിച്ചിൽ വെച്ച് തയ്ക്കണം. അതായത് തയ്ച്ച് കഴിയുമ്പോൾ ആ സെൻറ്ററിലെ യു കട്ടിൻ്റെ അതായത് 6 ഇഞ്ച് ഹൈറ്റ് ആയിരിക്കണം ഈ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഞുറിച്ചിൽ വെച്ച് തയ്ക്കുന്നതിൻ്റെ ഹൈറ്റും. ആദ്യം നമ്മൾ ഇതുപോലെ മെറ്റീരിയൽ വെക്കുക. റൈറ്റ് സൈഡിൽ ഇതുപോലെ നല്ല വശവും ഇതിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഞുറിച്ചിൽ വെച്ചതും കൂടി പിടിച്ച് തയ്ക്കണം. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സാറ്റൺ മെറ്റീരിയൽ വാങ്ങിക്കുക. ഞാൻ അടുത്ത മോഡൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതി കാണിച്ചിരിക്കുന്നത് സാറ്റൺ മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലെ പീസ് അതായത് ആ ഞുറിച്ചിൽ വെച്ചിരിക്കുന്ന പീസില്ലേ, അത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂടെ തന്നെ കൂട്ടി തയ്ക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽ തിരിച്ചിടുക. ഇതിങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഇപ്പുറത്തൊരു പീസ് ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാത്തത്, അതും ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ മെറ്റീരിയൽ വെക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കണം. നമ്മൾ പിടിക്കുമ്പോൾ ഒരു പീസ് പുറത്തോട്ട് കാണും, ഒരു ചെറിയൊരു പീസ്. അത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 സൈഡിലും ഓരോ പീസ് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നത് കാണാം, 2 സൈഡിലും. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോർഡറിലെ അത് പിടിച്ച് അവിടെ ഒരു സാരിക്ക് നമ്മൾ ഞുറിയിടത്തില്ലേ, അതുപോലെ ഇതിങ്ങനെ മടക്കി മേളിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇതുപോലെ 2 സൈഡിലും നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരു ഹൈറ്റ് ഒരു 4 ഇഞ്ച് കാണും.
എന്നിട്ട് ലെങ്ത്ത് നമ്മൾ എടുക്കേണ്ട ഈ പാൻറ്റിൻ്റെ അതായത് ധോത്തിയുടെ ഇച്ചിരി എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടി വരുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇലാസ്റ്റിക് കയറ്റുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.